ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ട്രിപ്പിൾ ഇൻ്റഗ്രൽ തന്നെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ജി വൈ ഡി വി വെർ ജി ഈസ് ദ സോളിഡ് എൻക്ലോസ്ഡ് ബൈ ദ പ്ലെയിൻ സെഡ് ഈക്വൽ ടു വൈ ദ എക്സ് വൈ പ്ലെയിൻ ആൻഡ് ദ പരാബോളിക് സിലിണ്ടർ വൈ ഈക്വൽ ടു 4 - എക്സ് സ്ക്വയർ. സോ ആദ്യം 4 - എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. 4 - എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പരാബോളിക് സിലിണ്ടറാണ്. അതൊന്ന് നോക്കാം. വൈ ഈക്വൽ ടു -എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഡൗൺവേർഡ് ആയിരിക്കും. പിന്നെ 4 - എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് 4-ലൂടെ പാസ് ചെയ്യുന്ന ഒരു സിലിണ്ടർ ആയിരിക്കും. നമുക്ക് നോക്കാം പോയിന്റ്. നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ പോയിന്റ് ഇട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ നോക്കാം, എക്സിന് -2 +2 കൊടുക്കുമ്പോഴാണല്ലേ വൈ 0 ആവുന്നത് അല്ലേ. എക്സിന് -2 കൊടുക്കുമ്പോൾ വൈ 0 ആണ്. കാരണം -2 സ്ക്വയർ എന്ത് വരും? 4 വരും. 4 - 4 0 വരും. അതുപോലെ തന്നെ 2-ലും അത് 0 ആവും. പരാബോളിക് സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് ഏതായിരിക്കും? ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അതായത് ഇവിടെ എന്താ സംഭവം? ഇവിടെ എക്സ് 0 ആണ് അല്ലേ. എക്സ് 0 കൊടുത്താൽ വൈ എത്രയായിരിക്കും? 4 ആയിരിക്കും അല്ലേ. അതായത് ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് 0 ആണല്ലോ അല്ലേ. എക്സ് 0 ആണ് വരുന്നത്. സോ എക്സ് 0 എന്ന് പറയുമ്പോൾ 4 - 0 സ്ക്വയർ അല്ലേ. 4 - 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ 4. അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് വൈ 4 ആയിട്ടുള്ള പോയിൻ്റാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. നമുക്ക് എന്ത് വേണം? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ലിമിറ്റ് വേണം അല്ലേ. ഡി സെഡ് ഡി വൈ ഡി എക്സ്. ഇപ്പോൾ ഇവിടെ എനിക്ക് എക്സിൻ്റെ ലിമിറ്റ് കറക്റ്റ് അറിയാം. -2 to 2 ആണ്. സോ ഞാൻ ഡി എക്സിൻ്റെ ലിമിറ്റ് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം. 0 to 4 കൊടുത്താൽ മതി. അത് നമ്മളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ വൈ ഡി അതിനനുസരിച്ച് ലിമിറ്റ് മാറും. ഓക്കെ, ലിമിറ്റ് നമ്മളവിടെ ശ്രദ്ധിക്കണം. ഡി സെഡ് എന്ന് പറയുമ്പോൾ സെഡിൻ്റെ ലിമിറ്റാണ്. സെഡ് നമുക്കറിയാം എങ്ങനെയാണ്. സെഡ് ഈക്വൽ ടു വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 0 to വൈ ചൂസ് ചെയ്യുന്നു. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? വൈ ഡി സെഡ് കിട്ടി. ഇനി അടുത്തത് വൈയുടെ ലിമിറ്റ്. വൈ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം? വൈ ഈക്വൽ ടു 4 - എക്സ് സ്ക്വയർ പറഞ്ഞിട്ടുണ്ട്. സോ 0 to 4 - എക്സ് സ്ക്വയർ. ഇനി എക്സിൻ്റെ ലിമിറ്റ് നമുക്കറിയാം -2 to 2. എപ്പോഴും ഇത് ഔട്ട് സൈഡിലുള്ള ഇൻ്റഗ്രൽ എപ്പോഴും എന്തായിരിക്കണം? വാല്യൂസ് ആയിരിക്കണം. സെഡിനെ വൈയുടെ ടേംസിൽ എഴുതിയിട്ടുണ്ട്, വൈനെ എക്സിൻ്റെ ടേംസിൽ എഴുതിയിട്ടുണ്ട്, എക്സിനെ എങ്ങനെ എഴുതിയിട്ടുണ്ട്? നമ്പേഴ്സായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഓരോന്നായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ വൈ ഡി സെഡ്. അപ്പോൾ സെഡിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. വൈ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇൻ്റഗ്രൽ ഡി സെഡ് സെഡ് വരും. ദെൻ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു 0 to വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈ -0 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വരുമ്പോൾ വൈ -0. അപ്പോൾ വൈ വരും. വൈ ഇൻറ്റു വൈ സ്ക്വയർ. വൈ സ്ക്വയർ ഡി വൈ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y³ 3. ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ 1/3. ഈ /3നെ പുറത്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നത് 4 - എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് ആണ്. അപ്പോൾ എന്താണ് a - b ഹോൾ ക്യൂബ്? a - b ഹോൾ ക്യൂബിൻ്റെ ഫോർമുല എന്താണ്? a³ - 3a² b + 3ab² - b³. നമുക്കിവിടെ വേണ്ടത് 4 - എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് ആണ്. സോ 4-നെ എയും എക്സ് സ്ക്വയറിനെ ബിയും കൊടുത്തിട്ട് നമ്മളിവിടെ ഫോർമുല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 4 - എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 64 ഓരോന്നിനും ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഇൻ്റഗ്രൽ 64 dx അല്ലേ. ഇൻ്റഗ്രൽ 64 dx. അപ്പോൾ 64നെ പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എക്സ്. അങ്ങനെയാണ് 64x. അതുപോലെ തന്നെ അടുത്തത് -48x². -48നെ പുറത്തെടുക്കുന്നു. ഇൻ്റഗ്രൽ x സ്ക്വയർ അല്ലേ. x⁻n+1/n+1. ഇവിടെ n ആരാണ്? 2 ആണ്. അപ്പോൾ x³ 3 അല്ലേ. n+1 2 + 1 x³ 3. അതുപോലെ അടുത്തതും 12x⁴. അപ്പോൾ 12നെ പുറത്തെടുക്കുന്നു. x⁴ ഇൻ്റഗ്രൽ എന്താണ്? x⁻n+1/n+1 x⁵5/5. അതുപോലെ x�6. എന്ന് പറയുമ്പോൾ x�6 + 1 ദാറ്റ് ഈസ് 7 x�7/7. അതിനുശേഷം എക്സ് ഉള്ളിടത്തെല്ലാം 2 ഇട്ട് കൊടുക്കുക. മൈനസ് എക്സ് ഉള്ളിടത്തെല്ലാം -2 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത് കേട്ടോ. ലാസ്റ്റത്തെ ആൻസറിൽ എക്സും വൈയും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ആദ്യത്തെ ഇൻ്റഗ്രൽ എന്ത് കൊടുക്കണം എന്ന് പറയുന്നത്? വാല്യൂസിൽ കൊടുക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എക്സും വൈയൊക്കെ കയറി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ഇൻ ദ ഫസ്റ്റ് ഒക്ടൻ ബൗണ്ടഡ് ബൈ ദി കോർഡിനേറ്റ് പ്ലെയിൻസ് ആൻഡ് ദ പ്ലെയിൻ x + y + z = 1. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. x + y + z = 1. ഇതിൽ നമുക്ക് ഓരോന്നിൻ്റെയും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്തിനെയാണ്? വോളിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വോളിയം കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഫംഗ്ഷൻ വേണ്ട ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡി സെഡ് ഡി വൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വോളിയാണ്. അതുപോലെ ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. ഏരിയയുടെ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. വോളിയം ശ്രദ്ധിക്കുക, ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ഇല്ലാതെ ഡി സെഡ് ഡി വൈ ഡി എക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡി വി എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്? വോളിയമാണ്. നമുക്കിവിടെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡി വി എന്ന് പറഞ്ഞാൽ ഡി സെഡ് ഡി വൈ ഡി എക്സ്. ഓരോന്നും സെഡിൻ്റെ ലിമിറ്റ് ഇവിടെ എഴുതണം. അടുത്തത് വൈയുടെ ലിമിറ്റ്, രണ്ടാമത്തെ ഇൻ്റഗ്രൽ ഡി എക്സിൻ്റെത്, ഓക്കെ, പുറത്തുള്ള ഇൻ്റഗ്രൽ. ഇനി അപ്പോൾ സെഡിൻ്റെ ലിമിറ്റ് എങ്ങനെയാണെന്ന് നോക്കിയേ. സെഡ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1 മൈനസ് വൈ മൈനസ് എക്സ് അല്ലേ. സെഡ് മാത്രം എടുക്കുക, ബാക്കി 1 മൈനസ് വൈ മൈനസ് എക്സ്. ഇനി വൈയുടെ കാണാനായിട്ട് എന്ത് ചെയ്യണം? വൈയുടെ കാണാനായിട്ട് സെഡ് 0 കൊടുക്കുക. വൈയുടെ കാണാൻ സെഡ് 0 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? വൈ എന്ന് പറയുന്നത് എന്ത് വരും? വൈ എന്ന് പറയുന്നത് സെഡ് 0 കൊടുത്താൽ വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് വരും അല്ലേ. വൈ സെഡ് 0 ആയി. പിന്നെ വൈ എന്ന് പറയുന്നത് ഈ എക്സിന് അങ്ങോട്ട് ഉണ്ടോ? 1 മൈനസ് എക്സ്. ഇനി എക്സിൻ്റെ കാണാനായിട്ട് വൈയും സെഡും 0 കൊടുക്കുക. എങ്ങനെ ചെയ്ത്? നമ്മൾ സെഡ് കാണാൻ രണ്ടുപേരെ അപ്പുറത്ത് കൊണ്ടുപോയി. ഇനി വൈ കാണാൻ നമ്മൾ എന്ത് ചെയ്തു? സെഡ് 0 കൊടുത്തിട്ട് വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് കൊടുത്തു. ഇനി എക്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്തു? വൈയും സെഡും 0 കൊടുത്തു. അപ്പോൾ എക്സിന് 1 കിട്ടി. അങ്ങനെയാണ് 0 to 1 കിട്ടുന്നത്. ഇനി ജസ്റ്റ് ഇൻ്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. ഇൻ്റഗ്രൽ ഡി സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് നമ്മൾ ലിമിറ്റ് 1 മൈനസ് എക്സ് മൈനസ് വൈ കൊടുത്തു. ഇനി നമ്മൾ ആ ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഇൻ്റഗ്രൽ 1 ഡി വൈ, ഇൻ്റഗ്രൽ 1 ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? വൈ അല്ലേ. ഇൻ്റഗ്രൽ ഡി വൈ വൈ. അടുത്ത ഇൻ്റഗ്രൽ മൈനസ് എക്സ് ഡി വൈ. വൈയിലാണ് ചെയ്യുന്നത്, അപ്പോൾ മൈനസ് എക്സ് കോൺസ്റ്റൻറ്റ്, മൈനസ് എക്സ് കണ്ട ഡി വൈ. അടുത്തത് വൈ ഡി വൈ. ഇൻ്റഗ്രൽ ഡി വൈനെ വൈ എന്ന് കൊടുത്തു. എക്സിനെ പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ ഡി വൈ എന്ന് പറയുന്ന വൈ. ഇൻ്റഗ്രൽ വൈ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ബൈ 2. വൈനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, വൈ സ്ക്വയർ ബൈ 2. അതിനുശേഷം വൈ ഉള്ളിടത്തെല്ലാം 1 മൈനസ് എക്സ് കൊടുക്കുക. 0 കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, എല്ലാം 0 ആവില്ല. അതിനുശേഷം ഞാനിതാ ബ്രാക്കറ്റൊക്കെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. ബ്രാക്കറ്റെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്യാൻസൽ ആവുന്നതെല്ലാം ക്യാൻസലാക്കി കളഞ്ഞു. നമുക്ക് കിട്ടുന്നത് 1/2 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഡി എക്സ്. അപ്പോൾ ഓരോന്നായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 1/2 ഡി എക്സ്, 1/2നെ പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ്. അതുപോലെ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എക്സ് സ്ക്വയർ ബൈ 2. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ബൈ 3 ആണ് അല്ലേ. എക്സ് ക്യൂബ് ബൈ 3യും ഇവിടെ ഒരു 2 ഉണ്ട്. എക്സ് ക്യൂബ് ബൈ 3. അപ്പോൾ എന്ത് വരും? 2 × 3 6. അങ്ങനെയാണ് എക്സ് ക്യൂബ് ബൈ 6 എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം എക്സ് ഉള്ളിടത്തെല്ലാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 1/6 കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് എന്തുതന്നെയാണ്? വോളിയം കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ വോളിയം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ട, ഫൈൻഡ് ദ വോളിയം. യൂസ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദി സോളിഡ് ബൗണ്ടഡ് ബൈ ദി സർഫസ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ദ പ്ലെയിൻസ് y പ്ലസ് സെഡ് ഈക്വൽ ടു 4 ആൻഡ് സെഡ് ഈക്വൽ ടു 0. y ഈക്വൽ ടു എക്സ് സ്ക്വയർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ y പ്ലസ് സെഡ് ഈക്വൽ ടു 4 പറഞ്ഞിട്ടുണ്ട്. സെഡ് ഈക്വൽ ടു 0യും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ലിമിറ്റാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡി വി, വോളിയം കാണാനുള്ള ഇക്വേഷൻ എഴുതി നമുക്ക് ഡി വി മാറ്റി ഡി സെഡ് ഡി വൈ ഡി എക്സ് എന്ന് കൊടുത്തു. ഓരോന്നായിട്ട് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ആദ്യം സെഡ് അല്ലേ, സെഡിൻ്റെ ലിമിറ്റ് നോക്കണം. സെഡിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഓക്കെ, വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 4. അപ്പോൾ എനിക്ക് സെഡിനെ എങ്ങനെ എഴുതാം? സെഡ് ഈക്വൽ ടു 4 മൈനസ് വൈ എന്ന് എഴുതാലോ. അതാണ് സെഡ് ഈക്വൽ ടു 4 മൈനസ് വൈ എന്ന് എഴുതിയിട്ടുണ്ട്. സെഡ് ഈക്വൽ ടു 0 നമുക്ക് തന്നിട്ടുണ്ട്. സോ 0 to 4 മൈനസ് വൈ. ഇനി അടുത്തത് നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ഡി വൈ കണ്ടുപിടിക്കണം. ഡി വൈ, അതായത് വൈയുടെ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, വൈയുടെ കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും സെഡിന് 0 കൊടുക്കുക. കാരണം സെഡ് 0 തന്നിട്ടുണ്ട്. അപ്പോൾ വൈ 4 കിട്ടും. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണല്ലോ. ദാറ്റ് ഈസ് 4നെയാണ് ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. വൈ ഈക്വൽ ടു 4 ആണ്, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4. ദെൻ എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 2. എക്സിൻ്റെ ലിമിറ്റ് കിട്ടി, പ്ലസ് ഓർ മൈനസ് 2. വൈയുടെ ലിമിറ്റ് എങ്ങനെയാണ്? എക്സ് സ്ക്വയർ തൊട്ട് 4 വരെ അല്ലേ. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ തൊട്ട് വൈ ഈക്വൽ ടു 4 വരെ. സെഡിന് 0 കൊടുക്കുന്നുണ്ട്, വൈ ഈക്വൽ ടു 4 വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ് എല്ലാം കിട്ടി. പിന്നെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രൽ ഡി സെഡ്, സെഡാണ് വോളിയത്തിൽ എല്ലാതും ആ ഒരു ഫോർമുല ആയിരിക്കും കേട്ടോ ഫസ്റ്റ് വരുന്നത്. ഇൻ്റഗ്രൽ ഡി സെഡ്, സെഡ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്തു. 4y മൈനസ് വൈ സ്ക്വയർ ബൈ 2 വന്നു. അതിനുശേഷം നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ലാസ്റ്റ് നമ്മൾ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ.